അംഗനവാടിയിൽ പ്രവേശനം തുടങ്ങിയപ്പോൾ ടീച്ചർ മരിച്ച് അവർക്ക് വേണ്ടിയുള്ള അനുശോചനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഈശ്വര പ്രാർത്ഥനയാണ്. കഴിഞ്ഞ് നമ്മൾ ചടങ്ങിലേക്ക് തുടങ്ങുകയാണ്. ഉദ്ഘാടന ചടങ്ങാണ്. സ്വാഗതം. അല്ല, സ്വാഗതം പറച്ചതാണ്. നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വാർഡ് കൗൺസിലറാണ് സംസാരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്കൂളിൽ പെൻഷനോടൊക്കെ
അതീവ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾക്കറിയാം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസംഗമല്ല, ഇത് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസംഗമായി കരുതിയാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഓരോരുത്തർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതില് നോക്കാം എന്തൊക്കെയാണ് ചടങ്ങുകൾ നോക്കാൻ. രക്ഷിതാക്കളുടെ ഒരു തിരിച്ചറിവാണ് ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോ നമ്മുടെ വാർഡിലെ തന്നെ 2 അംഗൻവാടികളുടെ ഇത് കഴിഞ്ഞിട്ട് വരും. അംഗൻവാടി കഴിഞ്ഞാൽ ഈ സ്കൂൾ LKG, UKG അല്ലെങ്കിൽ 1ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലേക്ക് വരുന്നില്ല. നമ്മുടെ മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിൽ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല. രക്ഷിതാക്കളൊക്കെ പോയി കാണാം. വലിയ മാറ്റമാണ് മെഡിക്കൽ കോളേജ് ഹൈസ്കൂൾ. നമ്മുടെ ക്ലാസ് റൂം തന്നെ എയർ കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. എയർ കണ്ടീഷന്റെ ക്ലാസ് റൂംസ് ആണ് കുട്ടികൾക്ക് ഇരിക്കാൻ. അത് കൂടാതെ എയർ കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. വിദ്യാഭ്യാസ നിലവാരത്തിനെ സംബന്ധിച്ചും അച്ചടക്കത്തിനെ സംബന്ധിച്ചും പരിശോധിക്കാനുള്ള പ്രത്യേക സമിതികൾ രൂപീകരിച്ചു. വിദ്യാഭ്യാസ നിലവാരം മാറ്റുന്നതിന് പ്രത്യേക സമിതികൾ രൂപീകരിച്ചു. പഴയ ബ്ലാക്ക് ബോർഡൊന്നും ഇല്ലാണ്ട് ഇപ്പൊ അവിടെ ടച്ച് സ്ക്രീനാണ്. അന്റാർട്ടിക്ക എവിടെയാന്ന് ചോദിച്ചാൽ പണ്ട് നമ്മൾ അന്റാർട്ടിക്ക ടീച്ചർമാർ എഴുതുന്നത് അന്റാർട്ടിക്കയിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറയും. ഇപ്പൊ അന്റാർട്ടിക്ക എങ്ങനെ ഇരിക്കുന്നു എന്ന് കുട്ടികളെ അവിടെ ടച്ച് സ്ക്രീനിൽ തൊട്ട് കാണിക്കും. അന്റാർട്ടിക്കയിൽ ഇപ്പോഴത്തെ ചൂടെത്ര, ഇപ്പോഴത്തെ തണുപ്പത്ര, ഐസിന്റെ നിലവാരം എന്താണ്. അതുപോലെ ഒരു ചെടിയെ സംബന്ധിച്ച് പഠിക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ ചെടികളെ സംബന്ധിച്ച് നമുക്ക് അതിനകത്തേക്ക് കാണിച്ചു പഠിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് മെഡിക്കൽ കോളേജ് ഹൈസ്കൂള് മാറിയിട്ടുള്ളത്. ഇപ്പോ കുമാരപുരം UPS നാളെ പുതിയ മന്ദിരം പൂർത്തീകരിച്ച് കൈമാറുക. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പിള്ളേരെ ഉണ്ടാവും, അവരവിടെ കളിച്ചു നിൽക്കും. കുമാരപുരം UPS പുതിയ മന്ദിരമാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തറയിലിരുന്നാണ് ആദ്യത്തെ 1ാം ക്ലാസ് ഒക്കെ പഠിച്ചത്. പിന്നെ അത് മാറി ബെഞ്ചൊക്കെയാണ്. ഇപ്പോ വലിയ ഫാനും സൗകര്യങ്ങളും ഒക്കെയുള്ള പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നാളെ കഴിയുന്ന രക്ഷിതാക്കൾ അങ്ങോട്ടേക്കൊന്ന് പറയാം. 9:30 വിദ്യാഭ്യാസ MLA-യും മേയറും ഒക്കെ തന്നെ അവിടെ അത് കൈമാറും. അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് ഗവൺമെന്റ് സ്കൂളുകളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക. പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിലെ അധ്യാപകർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കേരളത്തിൽ BEd പാസ്സായി അല്ലെങ്കിൽ CBSE പാസ്സായി വരുന്ന അധ്യാപകരിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളെയാണ് PSC എന്ന് പറയുന്ന കടമ്പയിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരാണ്. അങ്ങനെയുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികളായിരിക്കണം ഏറ്റവും മികവുള്ള കുട്ടികളായി. മറ്റുള്ളവർ മികവുള്ളവരല്ല എന്നല്ല, എങ്കിലും നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകരെയാണ് നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് അടിസ്ഥാന സൗകര്യം കൂടി മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗകര്യത്തിലേക്ക് പോകും. കുമാരപുരം UPS ഇപ്പോ നമ്മള് ഈ 6 മാസത്തിനകത്ത് ടീച്ചർ വഴക്കൂടെ എയർ കണ്ടീഷൻ ഡിജിറ്റൽ UPS 1ാം ക്ലാസ് പോലുള്ള കുട്ടികൾക്ക് അവിടെ ആക്കാനായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഇവിടെ ആക്കണമെന്നൊക്കെ പറയുന്നു, ഡിമാൻഡ് ഉണ്ട്. ഇവിടെ ഇപ്പൊ വേറെ 2 പ്രോജക്റ്റുകൾ കൂടി വച്ചിരിക്കുകയാണ്. ഈ ബിൽഡിംഗ് ഇപ്പോ ഒരു 3 മാസത്തിനുള്ളിൽ ഇടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് വരും. ഇവിടെ കുട്ടികൾക്കുള്ള കളിസ്ഥലമാണ്. അംഗൻവാടിക്ക് പുതിയ കെട്ടിടത്തിന്റെ പണി ഈ മഴക്കാലമായി
കുറച്ചുകൂടി പഠിപ്പിച്ചെന്നിരിക്കുന്നതാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ സ്കൂളിന് പുതിയ ഡൈനിങ് ഹാളും ക്ലാസ് റൂമുകളും പുറകുവശത്തായിട്ട് വരുന്നുണ്ട്. അതും കൂടി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായി ഈ സ്കൂളിലേക്ക് പരിപാലിക്കാൻ കഴിയും. നമുക്ക് 1ാം ക്ലാസ്സിലേക്ക് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് തന്നെ കുട്ടികളെ കൊണ്ടുവരണം. ഇപ്പോൾ പ്രീ പ്രൈമറി കുമാരപുരം UPSC സ്കൂളുകളിലുണ്ട്. മറ്റ് മധ്യജില്ലയിലും കോളേജസിലും സെന്റോറസിലും ഒക്കെ വിട്ടാലേ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുന്ന മാതാപിതാക്കളാകാതെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്ന മാതാപിതാക്കളായി മാറാൻ നിങ്ങൾക്ക് ഇവർക്ക് കഴിയണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. ഈ പഠനോത്സവം ഈ നല്ല വേളയിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടേ നോക്കാം. കൗൺസിലറാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് എന്തായാലും നോക്കാം. ആദരവ് കൊടുക്കാനായിട്ട് ടീച്ചർക്ക്, സുധർമ്മ ടീച്ചർക്കാണ്. അവർ ശിവാനിയുടെ കായാണ്. ആദരവ് കൊടുക്കുന്നൊരു സർവീസ് ചെയ്ത സുബ്രഹ്മണ്യാണ്. ഇതിന്റെ 10ാം ക്ലാസ്സും ആകുമ്പോഴാണ് ഫോട്ടോ എടുക്കാനില്ല കേട്ടോ. എല്ലാം ഇവിടുത്തെ അലുമിനീസാണ്. ഇതൊന്നും കഴിക്കുന്നില്ല. പിന്നെ കുട്ടികൾക്കുള്ള ബാഗ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജയചയും നമ്മുടെ കുന്നിൽ സാറിന്റെ കുന്നിൽ ബാധ്യതക്കാരുടെ സ്പോൺസറിങ്ങാണ് കുട്ടികൾക്ക് ഉള്ളത്. പിന്നെ കുറച്ച് ബാഗ് ട്രാക്ടോട് അല്ലേ, ട്രാക്ടോട് ചെയ്യുന്നത് കുന്നിൽ ബാധ്യതക്കാരുടെ ഇത് കിറ്റ്, റെസിഡൻസുകാരുടെ കിറ്റ് ഇതെല്ലാം കൂടി കൊടുക്കുകയാണ്. കുന്നിൽ ബാധ്യതയ്ക്കും റെസിഡൻസ് അസോസിയേഷനും ഒക്കെ തന്നെ ഹൃദയം നിറഞ്ഞ സ്കൂളിന് വേണ്ടിയിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. ബാഗല്ല,
ഇരിക്കുന്ന എല്ലാ കുട്ടികളും അതെ അപ്പൊ എടുത്ത എല്ലാവർക്കും വന്ന കുട്ടികൾക്കെല്ലാം ഇവിടെ വെച്ചോ സഹന ഇങ്ങോട്ട് വന്നോളെ
പ്രവേശനോത്സവത്തിന്റെ അവസാന ചടങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു. അവസാന ചടങ്ങിൽ നിന്ന് കാണാം. എന്നിട്ട് വീഡിയോയുടെ ബാഗിടാൻ വൃത്തിയായിട്ടാണ്. അവൻ്റെ ബാഗാണ് ഇപ്പം എഴുതാൻ പറ്റത്തില്ല. ബുക്കിലാണ് എഴുതേണ്ടത്. ബുക്കൊക്കെ തരും. ഇപ്പൊ പൊട്ടിച്ച വളം കുറയും. അപ്പം ബാഗൊക്കെ അവിടെ വയ്ക്കും. ബാഗിൽ വേണ്ട പൊട്ടിച്ച് വെക്കണ്ട. കവറോട് കൂടി വെക്കും. എല്ലാവരും വെച്ച പോലെ വെക്കും. വാശി ഇപ്പൊ പൊട്ടിച്ച ഒരു വളം കുറയും. ഒരു മേടിച്ച് വെക്കും. കിറ്റാണ്. ബാഗ് എടുത്ത് ബാഗ് കാണിച്ചു അമ്മയും പിറന്നാടും സ്വർഗത്തേക്കാൾ മഹത്വമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ബാഗ് ഇട്ടൊക്കെ നടക്കണ പോണ ബാഗ് കിട്ടും. ദൈവത്തിന് പോലും 4ാം സ്ഥാനം കൊടുത്തിട്ടുള്ള രാജ്യമാണ് മാതാ പിതാ ഗുരു ദൈവം. അപ്പൊ അത്ര കണ്ട് ആത്മവാക്യങ്ങളും സമ്പദ് സമൃദ്ധിയുള്ള നമ്മുടെ നാടാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള അമ്പുകൾ കൊടുത്ത് മികച്ച കുട്ടികളായി നമ്മുടെ രാജ്യത്തിലും നമ്മുടെ നാട്ടിലും ഉയർന്നു വരട്ടെ എന്ന് നന്ദി പറച്ചിലായി. അവസാനമായി ടീച്ചർ വളരെ ചുരുക്കത്തിലാണ്